ജനവിധി 2025 തത്സമയ സംവാദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മതസൗഹാർദ്ദത്തിനും കൃഷിക്കും ഏറ്റവും പ്രാധാന്യമേറിയിട്ടുള്ള പഞ്ചായത്താണ് ചാലിശ്ശേരി. LDFും UDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെച്ച ഒരു പഞ്ചായത്ത്. 15 വാർഡിൽ 8 സീറ്റ് UDFിനും 7 സീറ്റ് LDFിനുമാണ്. നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലെല്ലാം LDFിന് വലിയ രീതിയിലുള്ള ഒരു മേൽക്കോയ്മ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പടലപ്പിണക്കങ്ങളും മുന്നണി പോരുകളും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. എങ്കിൽ കൂടി കഴിഞ്ഞ 3 ടേമുകളിൽ UDFിന് ചാലിശ്ശേരി പഞ്ചായത്ത് നിലനിർത്താൻ സാധിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഒരു UDFിൻ്റെ ഒരു ചെറിയ തുരുത്തായിട്ട് ചാലിശ്ശേരി പഞ്ചായത്ത് മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും വികസന നേട്ടങ്ങളും കോട്ടങ്ങളും എങ്ങനെയാണ് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ വിലയിരുത്തുന്നത്? നമ്മളിന്ന് ചാലിശ്ശേരി പഞ്ചായത്തിൻ്റെ അവലോകനമാണ്. ഭരണപക്ഷത്തെ പ്രതിനിധീകരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന ശ്രീ വിജേഷ് കുട്ടൻ, അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ച് വാർഡ് പ്രതിനിധിയായിരുന്ന ശ്രീ ശിവാസുമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിനു മുമ്പ് ചാലിശ്ശേരി പഞ്ചായത്തിന്റെ ചെറിയൊരു അവലോകനം കണ്ട് തിരിച്ചെത്താം. രാഷ്ട്രീയത്തിലുപരി പഞ്ചായത്തിന്റെ പ്രത്യേകതകൾ: ഫുട്ബോൾ, പ്രസിദ്ധമായ ചാലിശ്ശേരി പൂരം, കൃഷി എന്നിവയോടുള്ള ജനങ്ങളുടെ ഇഷ്ടമാണ്. പാലക്കാടിന്റെ കൃഷി പാരമ്പര്യവും തൃശൂരിന്റെ പൂരപ്രേമവും മലപ്പുറത്തിന്റെ ഫുട്ബോൾ കമ്പവും ഈ നാടിന് പ്രത്യേകത നൽകുകയാണ്. കൂടാതെ ഈ 3 ജില്ലകളുടെ അതിർത്തി പങ്കിടുന്നു എന്നതും ചാലിശ്ശേരിയെ മറ്റു പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ട്. 2015 പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി തീരുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 5 വർഷത്തിനിടയിലെ ചാലിശ്ശേരി പഞ്ചായത്തിലെ 3ാമത്തെ പ്രസിഡന്റായാണ് റംല വീരാൻകുട്ടി അന്ന് ഭരണത്തിലെത്തിയത്. 15 അംഗങ്ങളുള്ള ഭരണസമിതിയിൽ CPMനും കോൺഗ്രസിനും 7 വീതവും ലീഗിന് ഒരാളുമാണുണ്ടായിരുന്നത്. UDFിലെ 8 അംഗങ്ങളുടെ പിന്തുണയിൽ ആദ്യ 3.5 വർഷം കോൺഗ്രസിലെ TK സുനിൽകുമാർ ആയിരുന്നു പ്രസിഡന്റ്. തിരഞ്ഞെടുപ്പ് സമയത്ത് UDF ധാരണ പ്രകാരം അവസാന 1.5 വർഷം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രസിഡന്റാക്കണമെന്ന തീരുമാനം ലംഘിച്ചെന്നാരോപിച്ച് മുസ്ലിം ലീഗ് UDF ഭരണസമിതിക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നിരുന്നു. ഇതിനിടയിൽ കോൺഗ്രസ് അംഗം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. തുടർന്ന് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ലീഗ് അംഗം അക്ബർ ഫൈസൽ പ്രസിഡന്റായി. പിന്നീട് പഞ്ചായത്തിലെ UDFിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ തീർത്തതോടെ ലീഗ് UDFിനൊപ്പമായി. തുടർന്ന് ലീഗ് ആവശ്യപ്പെട്ടതനുസരിച്ച് അക്ബർ ഫൈസൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനു ശേഷം റംല വീരാൻകുട്ടി ഭരണസാരഥ്യം ഏറ്റെടുക്കുകയും ചെയ്തു. അതേസമയം തന്നെ പഞ്ചായത്തിലെ CPMലെ ആനി വിനു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തിരുന്നു. പിന്നീട് 2020 തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിലെ മുന്നണി സമവാക്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. 15 സീറ്റുകളിൽ 6 സീറ്റുകളിൽ UDFും 7 സീറ്റുകളിൽ LDFും വിജയിച്ചപ്പോൾ 2ാം വാർഡായ തണ്ണീർക്കോട് നിന്നും വിജീഷ് കുട്ടനും 12ാം വാർഡായ തെക്കേക്കരയിൽ നിന്നുമായി നിഷ അജിത് കുമാറും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി വിജയിക്കുകയും ചെയ്തു. തുടർന്ന് സ്വതന്ത്രരുടെ പിന്തുണയോടെ UDFിന് ഭരണം ലഭിച്ചു. UDF ഭരണസമിതിയിൽ സ്വതന്ത്രനായ വിജീഷ് കുട്ടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗിലെ സാഹിറ ഖാദർ വൈസ് പ്രസിഡന്റാവുകയുമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ BJPയും ശക്തമായി ഇത്തവണ രംഗത്തുണ്ട്. ഭരണം തിരിച്ചുപിടിക്കാൻ പ്രവർത്തനങ്ങൾ ശക്തമാക്കി CPMും മുന്നോട്ട് വന്നിട്ടുണ്ട്. ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ തിരക്കിലാണ് 3 മുന്നണികളും. 15 വാർഡുകളിലായി 6 UDF അംഗങ്ങളും 7 LDF അംഗങ്ങളും 2 സ്വതന്ത്ര അംഗങ്ങളുമായിരുന്നു ഉള്ളത്. 2025 വിഭജനത്തിന് ശേഷം വാർഡുകളുടെ എണ്ണം 17ആയി ഉയർന്നു. 5 വർഷത്തെ ഭരണം ചാലിശ്ശേരി പഞ്ചായത്തിനെ വികസനത്തിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകയാക്കുവാൻ സാധിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ പറഞ്ഞു. ആലിക്കര അംഗൻവാടി നവീകരണം, ചാലിശ്ശേരി ഹോമിയോ ആശുപത്രി അറ്റകുറ്റപ്പണികൾ നടത്തി ശരിയാക്കൽ, പാലക്കൽ പീടിക അംഗൻവാടി അറ്റകുറ്റപ്പണി, കിഴക്കേമുക്ക് മബറൂഖ് ശാഖ റോഡ് ഗതാഗത യോഗ്യമാക്കൽ, കുളക്കുന്ന EK മൊയ്തുണ്ണി സ്മാരക റോഡ് നവീകരണം, പടാട്ടുകുന്ന്, തെക്കേക്കര എന്നീ പൊതുകിണറുകളുടെ അറ്റകുറ്റപ്പണി, കരിമ്പ അങ്കണവാടിയിലെ അറ്റകുറ്റപ്പണികൾ, MCFകൾക്ക് മേൽക്കൂരകൾ നിർമ്മിച്ചു നൽകൽ ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പൂർത്തിയായതെന്ന് വിജേഷ് കുട്ടൻ പറഞ്ഞു. സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞ ഒരു മിനി സിവിൽ സ്റ്റേഷനാണ്. ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ്, മണ്ഡപം ഉൾപ്പെടെ ആയുർവേദ ഹോസ്പിറ്റല്, ഹോമിയോ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മിനി സിവിൽ സ്റ്റേഷൻ പറയുന്നത്. അവിടെ നമുക്കൊരു ടേക്ക് അവേക്ക് തുടങ്ങിയൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അയ്യങ്കാളി ഗൈഡൻസ് വനിത തൊഴിൽ പരിശീലകൻ എന്ന് നമുക്ക് വനിതകൾക്ക് തൊഴിൽ പരിശീലനം, അതുപോലെ തന്നെ SC വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 10 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് നമ്മുടെ സ്ഥാപനം അവിടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമഗ്ര വികസനം, നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കർഷകരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി ഫണ്ടുകൾ വെച്ചിട്ടുണ്ട്. കർഷകർക്ക് ആവശ്യപ്പെടുന്ന ഫണ്ടുകൾ കൃത്യമായിട്ട് അത് അവരിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി സർക്യൂട്ട് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ട് കമ്മ്യൂണിറ്റി സർക്യൂട്ട് കൂടി തുടങ്ങിയിട്ട് ചാലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 5ാം വാർഡിൽ വെച്ചിട്ടാണ്. അത്രയും കാര്യങ്ങളൊക്കെ വലിയ നേട്ടം പഞ്ചായത്തിന് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 87ാം നമ്പർ അംഗൻവാടിക്ക് ചുറ്റുമതിൽ നിർമ്മിക്കൽ, തണത്തറ പാലത്തിന് സമീപം റോഡ് നിർമ്മാണം പൂർത്തീകരിക്കൽ, ആയുർവേദ ആശുപത്രി നവീകരണം നടത്തൽ, ചാലശ്ശേരി കമ്മ്യൂണിറ്റി ഹാൾ നവീകരിക്കൽ, പഴയ പഞ്ചായത്ത് ഓഫീസിന് സമീപം കാനകൾ നിർമ്മിക്കൽ, കാർഷിക മേഖലയ്ക്ക് സഹായകരമായ പ്രവർത്തനങ്ങൾ നടത്തൽ, കൃഷിഭവൻ വഴി കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ നൽകൽ, വിവിധ ഭവന പദ്ധതികൾ നടപ്പിലാക്കൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കൽ, പഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യൽ, ക്ഷീരകർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകൽ, സ്കൂളുകൾക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കൽ, ഗ്രാമീണ റോഡുകൾ മികവുറ്റതാക്കാൻ സാധിച്ചു എന്നിവയെല്ലാം തന്റെ ഭരണസമിതിയുടെ നേട്ടങ്ങളാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ പറഞ്ഞു. അതേസമയം അധികാര വടംവലിയും വികസന മുരടിപ്പുമാണ് ചാലശ്ശേരി പഞ്ചായത്ത് ഭരണത്തിന്റെ നേർക്കാഴ്ചകളെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PV രജീഷ് കുമാർ പറഞ്ഞു. പഞ്ചായത്തിൽ അധികാരത്തിനു വേണ്ടിയുള്ള വടംവലി കാരണം വികസന പ്രവർത്തനങ്ങൾ താറുമാറായതായി LDF അംഗം ആനി വിനു കുറ്റപ്പെടുത്തി. ചാലശ്ശേരി കമ്മ്യൂണിറ്റി ഹാൾ അറ്റകുറ്റപ്പണി നടത്തിയില്ല. വിവിധ വാർഡുകളിലെ ഗ്രാമീണ റോഡുകൾ തകർച്ചയിലാണ്. റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. പഞ്ചായത്തിൽ ഗുണനിലവാരമില്ലാത്ത വഴിവിളക്കുകൾ സ്ഥാപിച്ചു. വഴിവിളക്കുകൾ ഏറിയ പങ്കും അറ്റകുറ്റപ്പണി നടത്താതെ കേടായി കിടക്കുകയാണ്. ലൈഫ് ഭവന പദ്ധതി വേണ്ടത്ര രീതിയിൽ നടപ്പായില്ല. ശുചിത്വ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ ശരിയായി നടത്തിയില്ല. UDF അധികാരത്തിൽ വന്ന സമയങ്ങളിൽ അധികാര വടംവലി മാത്രമായിരുന്നു. ഭരണസമിതിയുടെ പഞ്ചായത്ത് ഭരണത്തിൽ ഏറ്റവും കൂടുതലായി ഉണ്ടായത് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ മാറ്റം മാത്രമാണെന്നും വിവിധ പദ്ധതികൾ നടത്തിപ്പുകൾ പേരിന് മാത്രമായെന്നും ആനി കുറ്റപ്പെടുത്തി. 15 വർഷക്കാലം പഞ്ചായത്തിൽ നടന്നത് വികസന മുരടിപ്പും ദുർഭരണവും. പഞ്ചായത്തിന്റെ സാമ്പത്തിക ധനസഹായങ്ങൾ അർഹരുടെ കൈകളിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതായും പ്രതിപക്ഷാംഗം കൂട്ടിച്ചേർത്തു. വികസന പ്രവർത്തനങ്ങൾ എന്നാൽ ഏതെങ്കിലും ഒരു പോക്കറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഒന്നും തന്നെ പുതിയതായ ഒരു പ്രവർത്തനവും ഏറ്റെടുക്കാനോ അത് പൂർത്തീകരിച്ച് വിജയിപ്പിക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. താഴെത്തട്ടിലുള്ള ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ ഇന്നും ചാലശ്ശേരിയിൽ വളരെ ശോചനീയമായ രീതിയിൽ തുടരുകയാണ്. ഇവിടെ പാവപ്പെട്ടവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ നിലനിന്നിരുന്ന കമ്മ്യൂണിറ്റി ഹാൾ, ചാലശ്ശേരിയുടെ കമ്മ്യൂണിറ്റി ഹാൾ വളരെ ചെറിയ വാടകയിൽ എല്ലാവർക്കും ഒരേപോലെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്ന ഈ കമ്മ്യൂണിറ്റി ഹാൾ പോലും ഈ 15 വർഷക്കാലമായി ഒരു അറ്റകുറ്റപ്പണി വിവിധങ്ങളായ ഫണ്ടുകൾ അനുവദിക്കാതെ സാധാരണക്കാർക്ക് പുറത്തുനിന്നും സാധനങ്ങൾ വാടകയ്ക്കെടുത്ത് ഒരു പരിപാടി നടത്തേണ്ട ഗതികേടിലേക്ക് കമ്മ്യൂണിറ്റി ഹാളിനെ അവർ കൊണ്ടെത്തിച്ചു. എന്തായാലും ഭരണം നിലനിർത്താൻ UDF-ഉം തിരിച്ചുപിടിക്കാൻ LDF-ഉം നിർണായക സാന്നിധ്യമാകാൻ BJP-യും സർവ്വസന്നാഹങ്ങളുമായി പൊരുതുമ്പോൾ ചാലശ്ശേരിയുടെ തദ്ദേശപ്പോരിലെ വിജയം പ്രവചനാതീതമാകും. ശ്രീ വിജേഷ് കുട്ടൻ, ഇപ്പോൾ കഴിഞ്ഞ 3 ടേമുകളിലായി UDF തുടർച്ചയായ ഭരണം നിലനിർത്തുന്നത് UDF-നെ സംബന്ധിച്ചോളം വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നടപ്പാക്കിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നല്ലൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഭരണസമിതി അംഗങ്ങളും പ്രതിപക്ഷത്തിൻ്റെ ഒക്കെ സഹകരണത്തോടെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള വിവിധ റോഡുകൾ അതൊക്കെ മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടുന്ന രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ വ്യക്തിഗത ആനുകൂല്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യഥാവിധിയായിട്ട് ഞങ്ങൾ അതിനുവേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്തിന് വിട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ, അംഗനവാടി ആയാലും അതുപോലെ തന്നെ ഹോസ്പിറ്റലായാലും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടുന്ന ഫണ്ടുകൾ, മെയിൻ്റനൻസിൽ വേണ്ടുന്ന ഫണ്ടുകളൊക്കെ വെക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് പുതുതായിട്ടൊരു ടേക്ക് എ ബ്രേക്ക് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം പഞ്ചായത്തും വില്ലേജ് ഓഫീസും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് പഞ്ചായത്തിലേക്കും വില്ലേജ് ഓഫീസിലേക്കും എത്തിപ്പെടുന്നതിന് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു മിനി സിവിൽ സ്റ്റേഷനാണ്. അവിടെ KSEB അങ്ങനെ തുടങ്ങുന്ന ആയുർവേദ ഡിസ്പെൻസറി, ഹോമിയോ ഡിസ്പെൻസറി, അതുപോലെ തന്നെ അംബേദ്കർ ഹാള്, കുടുംബശ്രീ കെട്ടിടം ഒക്കെ നിലനിൽക്കുന്ന സ്ഥലമാണ്. വില്ലേജ് ഓഫീസ് മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്തായിരുന്നു. ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരത്തായിരുന്നു. അത് കൃത്യമായിട്ട് ഇത് പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കൊണ്ടുവരുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഫണ്ട് വെച്ചപ്പോൾ കൃത്യമായിട്ട് അതിന് വെക്കുന്നതിന് സ്ഥലം വിട്ടുകൊടുക്കാൻ പഞ്ചായത്ത് തയ്യാറായിട്ട് കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ സഹകരിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ മിക്ക ഫണ്ടുകളും എത്രയും പെട്ടെന്ന് ചിലവഴിക്കുന്നതിന് വേണ്ടുന്ന ശ്രമങ്ങളൊക്കെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ വളരെ ആത്മവിശ്വാസമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതൊരു സാധാരണക്കാരനും പഞ്ചായത്തിലേക്ക് കയറി വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനും അത് കേൾക്കാൻ ഒരാളെന്നുള്ള നിലക്ക് സാധാരണക്കാരനൊപ്പം നിന്നിട്ട് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്രാവശ്യം എല്ലാ സമയത്തും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് UDFൻ്റെ ഭരണമായിരുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ടാണ് LDFൻ്റെ ഭരണമായിരുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ടാണ് UDF ഭരിക്കുന്നത്. ആ ഭരണങ്ങളിലൊക്കെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നുള്ളത് കാരണം കൊണ്ടാണ് വീണ്ടും UDFനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനിയുള്ളൊരു പുതിയൊരു ഭരണസമിതിയും അത് UDFൻ്റെ അധികാരത്തിലേറും. ജനങ്ങൾക്ക് UDFൽ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ശിവാസ്, അദ്ദേഹം 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടപ്പാക്കി എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ സംസാരിച്ചത്. അപ്പോൾ പ്രതിപക്ഷത്തിന് എങ്ങനെയാണ് ഈ ഒരു UDFൻ്റെ നയങ്ങളെ അല്ലെങ്കിൽ വികസനത്തെ നിങ്ങൾ വിലയിരുത്തുന്നത്? ബഹുമാനപ്പെട്ട ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, എൻ്റെ സുഹൃത്ത് ശ്രീ വിജേഷ് കുട്ടൻ അവർകൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു. ചാലിശ്ശേരിക്കാർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ, അതുപോലെ തന്നെ ഹോമിയോ ഡിസ്പെൻസറി, ആയുർവേദ ഡിസ്പെൻസറി, ഇലക്ട്രിസിറ്റി ഓഫീസ്, കമ്മ്യൂണിറ്റി ഹാള്, വില്ലേജ് ഓഫീസ്, ഈ കാണുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതിയുടെ വികസന നേട്ടമാണ്. 95-ലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതി ബഹുമാന്യനായ PM മുഹമ്മദ് കുട്ടിക്ക അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് മിനി സിവിൽ സ്റ്റേഷൻ എന്നൊരാശയം മുന്നോട്ട് വയ്ക്കുകയും ഇപ്പോൾ കാണുന്ന മിനി സിവിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ഭൂമി പഞ്ചായത്ത് വാങ്ങിക്കുന്ന സ്ഥിതി ഉണ്ടാവുകയും അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു. പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുണ്ടായിരുന്ന സർക്കാർ സ്ഥാപനങ്ങൾ, അങ്ങാടിയിലുണ്ടായിരുന്ന പഞ്ചായത്ത് ഓഫീസ്, അതുപോലെ കൃഷിഭവൻ, അതുപോലെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, KSB ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ, അത് ചാലിശ്ശേരിക്കാർക്ക് കൂടുതൽ ഗുണകരമാകുന്ന രീതിയിൽ മിനി സിവിൽ സ്റ്റേഷൻ്റെ ഭാഗമാക്കി ഒറ്റ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് നടപ്പിലാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയാണ്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കിയത്. 2010-ലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതിയുടെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. അന്ന് ഈ മിനി സിവിൽ സ്റ്റേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ ഉണ്ടായിരുന്നത് വില്ലേജ് ഓഫീസ് മാത്രമായിരുന്നു. നമുക്കറിയാം, വില്ലേജ് ഓഫീസ് തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന തണത്തച്ചിറ പാലത്തിൻ്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഓഫീസ് 2010-ൽ UDF അധികാരത്തിൽ വന്നു. 2015-ൽ UDF 8 സീറ്റിൽ അധികാരത്തിൽ വന്നു. 2020-ലും 8 സീറ്റിൽ UDFനും 7 സീറ്റ് LDFനും UDF അധികാരത്തിൽ വന്നു. 15 വർഷമായിട്ട് UDFന് വില്ലേജ് ഓഫീസ് മിനി സിവിൽ സ്റ്റേഷൻ്റെ ഭാഗമാക്കാൻ സാധിച്ചിട്ടില്ല. അതെങ്ങനെയാണ് ഇപ്പോൾ സാധിച്ചത്? അത് സാധിച്ചത് തൃത്താലയുടെ പ്രിയപ്പെട്ട MLA ശ്രീ MP രാജേഷ് അവർകൾ അദ്ദേഹം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ്. 15 വർഷമായിട്ട് UDFൻ്റെ ഭരണസമിതിക്ക് നടത്താൻ കഴിയാത്ത UDFൻ്റെ MLA തൃത്താലയിൽ നിന്നുണ്ടായിരുന്നു. അവർക്ക് പോലും നടത്താൻ കഴിയാത്ത ആ വില്ലേജ് ഓഫീസ് ഇന്ന് മിനി സിവിൽ സ്റ്റേഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ്. കേരളത്തിൽ അനുവദിച്ച ഹൈടെക് വില്ലേജുകളിൽ ആദ്യം അനുവദിച്ച ഹൈടെക് വില്ലേജുകളിൽ ഒന്ന് ചാലിശ്ശേരിക്കാണ്. ആ നിലയ്ക്ക് ഇന്ന് കാണുന്ന എല്ലാ വികസന പ്രവർത്തനത്തിൻ്റെയും അടിത്തറ പാകിയത് ചാലിശ്ശേരിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയാണ്. നമുക്കറിയാം, ഇപ്പോൾ റോഡുകളുടെ കാര്യമൊക്കെ പറഞ്ഞു. 5 വർഷത്തിനുള്ളിൽ 2020 മുതൽ 25 വരെ ഏകദേശം 1.25 കോടി രൂപയോളം വരുന്ന തുക സ്പിൽ ഓവറായി കിടക്കുകയാണ്. ചാലിശ്ശേരി പഞ്ചായത്തിലെ 15 വാർഡുകളിലായിട്ട് 3 വർഷമായിട്ട് റീടാറിംഗ് പ്രവൃത്തി ഓരോ വാർഡിലും ശരാശരി ഒരു 15 ലക്ഷം രൂപ വെച്ച് സ്പിൽ ഓവറായിട്ട് കിടക്കുന്നൊരു സ്ഥിതിയുണ്ട്. ചാലിശ്ശേരിയിലൂടെ നിങ്ങളുടെ CCTVയുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കണം. ചാലിശ്ശേരി പഞ്ചായത്തിലെ വിവിധ റോഡുകളിലൂടെ ഒന്ന് യാത്ര ചെയ്യണം. ചാലിശ്ശേരി തണത്തച്ചിറ പാലം മുതൽ ചാലിശ്ശേരി പടാട്ടുകുന്ന് മുതൽ വാർഡ് ആരംഭിക്കുന്നത്, പടാട്ടുകുന്ന് മുതൽ കവുക്കോട് വരെ ഒന്ന് യാത്ര ചെയ്യണം. അവിടെ ഈ 15 വാർഡുകൾക്കകത്തും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. ആരാണ് റോഡുകൾ ശരിയാക്കേണ്ടത്?
ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയല്ലേ. അത്തരത്തിൽ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്നില്ല. തെരുവ് വിളക്കുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ഗുണനിലവാരമില്ലാത്ത തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച് റിപ്പയർ ചെയ്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ തെരുവ് വിളക്കുകൾ പിന്നെ നാശമായിട്ട് പോവുകയാണ്. ആ നിലയ്ക്ക് ഗുണനിലവാരമില്ലാത്ത തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുക, റോഡുകൾ കൃത്യമായിട്ട് സഞ്ചാരയോഗ്യമല്ലാതാക്കുക, കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ സാധിക്കുന്നില്ല. മാർച്ച് മാസം ആകുമ്പോഴേക്കും വെള്ളം വിതരണം ആരംഭിക്കുകയാണ്. എന്തുകൊണ്ട് ചാലിശ്ശേരി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബൃഹത്തായിട്ടുള്ള കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാതെ പോയത് എന്നുള്ളത് പരിശോധിക്കണ്ടേ? എന്ന് വെച്ചാൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റുന്നതിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി 100% പരാജയപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് നേരത്തെ സൂചിപ്പിച്ചു കമ്മ്യൂണിറ്റി ഹാളിനെ കുറിച്ച്. ചാലിശ്ശേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ യാഥാർത്ഥ്യമാക്കിയത് ഇടതുപക്ഷത്തിൻ്റെ ഭരണസമിതിയാണ്. 2006 ജനുവരി മാസം 19-ാം തീയതിയാണ് കേരളത്തിൻ്റെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ അന്ന് കമ്മ്യൂണിറ്റി ഹാള് ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് തുറന്നു കൊടുത്തത്. വെറും 3000 രൂപയ്ക്ക് അന്ന് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലെ വിവാഹമോ മറ്റു ചടങ്ങോ നടത്താൻ കഴിയുന്ന ചാലിശ്ശേരിക്കാർക്ക് ആശ്രയമായിരുന്ന കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് പുറമേ പെയിൻ്റ് അടിച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളല്ല. അതിനുള്ളിലേക്ക് കയറി നോക്കിയാൽ അവിടെ പിന്നെ ആവശ്യത്തിന് മേശയില്ല, ആവശ്യത്തിന് കസേരയില്ല, ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യത്തിന് പാത്രങ്ങളില്ല, അതിൻ്റെ സംവിധാനങ്ങളില്ല. കരണ്ട് പോയാൽ ഇരുട്ടത്തിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് കമ്മ്യൂണിറ്റി ഹാളിനുള്ളത്. മാലിന്യത്തിൻ്റെ കൂമ്പാരമായിട്ട് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പ്രദേശം മാറിയിരിക്കുകയാണ്. ആ നിലക്ക് കമ്മ്യൂണിറ്റി ഹാൾ, ചാലിശ്ശേരിക്കാരുടെ ആശ്രയമായ കമ്മ്യൂണിറ്റി ഹാൾ നിങ്ങൾ വിവരാവകാശം വെച്ച് നോക്കണം. കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ എത്ര ബുക്കിംഗ് ഉണ്ടായിട്ടുണ്ട്, എത്ര പേർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നൊന്ന് പരിശോധിക്കണം. ആ നിലയ്ക്ക് കമ്മ്യൂണിറ്റി ഹാൾ, ചാലിശ്ശേരിക്കാർക്ക് ആശ്രയമായ കമ്മ്യൂണിറ്റി ഹാൾ നശിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് UDFൻ്റെ ഭരണസമിതി. ഒരു പ്രവൃത്തി പോലും നടത്തുന്നില്ല. എന്നാൽ 2010 ഭരണസമിതി കമ്മ്യൂണിറ്റി ഹാളിൻ്റെ നവീകരണത്തിന് വേണ്ടി ഫണ്ട് വെച്ചിരുന്നു. പക്ഷേ അതൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതൊക്കെ പരിശോധിച്ചുകൊണ്ട് ചാലിശ്ശേരിയുടെ ജനത ഈ തെരഞ്ഞെടുപ്പിൽ ചാലിശ്ശേരിയുടെ 15 വർഷക്കാലം ഈ ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഭരണസമിതിക്കെതിരായിട്ടുള്ള ജനവിധി ഉണ്ടാകും. 17 സീറ്റിലും ശക്തമായിട്ടുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്, യാതൊരു സംശയവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി ചാലിശ്ശേരി പഞ്ചായത്തിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശ്രീ വിജേഷ്, ഇപ്പോൾ പ്രതിപക്ഷം പറഞ്ഞത് അവർ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി. കഴിഞ്ഞ 15 വർഷമായിട്ട് ഒരു വികസനം പോലും കൊണ്ടുവരാൻ UDF ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെയൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? അത് അദ്ദേഹത്തിൻ്റെ വെറും ആരോപണം തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ അദ്ദേഹം അവസാനം പറഞ്ഞത് ഇതിനൊക്കെ വിലയിരുത്തിക്കൊണ്ട് LDF അധികാരത്തിൽ വരുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ നമുക്കറിയാം, പഞ്ചായത്തിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരുപാട് വർക്കുകൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. നമുക്കറിയാം, ഞാനിപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് 1 വർഷം 2-3 മാസം ആവണുള്ളൂ. ഈ സമയത്തിന് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഇത് 3ാമത്തെ ആണ് ഇപ്പോൾ ഉള്ളത്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇത് 3ാമത്തെയാണ്. അതുപോലെ തന്നെ അപ്പോൾ ഒപ്പം ഉണ്ടായിരുന്നിട്ടുള്ള ഓവർസിയർമാരുടെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ മാർച്ച് മാസം സമയത്തൊക്കെയാണ് വർക്കുകൾ കൂടുതലായിട്ട് നടക്കുക. കാരണം മഴയൊക്കെ ഒന്ന് ഒഴിഞ്ഞ് കിട്ടിയിട്ട് ഈ മാർച്ചിൻ്റെ ഉള്ളിൽ ഒരു ഡിസംബർ അല്ലെങ്കിൽ നവംബറൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് മാർച്ചിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് വർക്കുകൾ തുടങ്ങുന്ന സമയം ഉണ്ടാവുക. ഈ സമയത്ത് നമ്മളവിടെ ഉദ്യോഗസ്ഥരില്ലാതെ ഒരു ഓവർസിയർ ഇല്ലാത്ത പഞ്ചായത്തിൽ നമുക്ക് എന്ത് വർക്കുകളാണ് ചെയ്യാൻ സാധിക്കുക? നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ ഒരു ജിഷ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അതിന് ട്രാൻസ്ഫർ ആയതിനു ശേഷം കുറച്ച് വൈകിട്ടാണ് മെതിക എന്ന് പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ 2 ഓവർസിയർമാരും വന്നിട്ടുള്ളത്. ഏകദേശം ഒരേ ടൈമിലാണ് വന്നിട്ടുള്ളത്. ഈ ഓവർസിയറും അതുപോലെ തന്നെ ഇന്ന് പഞ്ചായത്തിലില്ല. അതിനുശേഷം ഒരു മാത്രമാണ് നമ്മുടെ പഞ്ചായത്തിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഒരു ഓവർസിയർ വന്നിട്ടുള്ളത്. ആ ഓവർസിയറിന് സ്ഥലം മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഉദ്യോഗസ്ഥരില്ലാത്തൊരു പ്രയാസം എന്ന് പറയുന്നത് വളരെയധികം ഏറ്റവും വലിയ പ്രയാസം തന്നെയാണ്. അതുപോലെ നമുക്കറിയാം, ഇന്ന് ഗവൺമെൻറ് ചെയ്യുന്ന ഒരുപാട് പദ്ധതികൾ, അതായത് നമുക്കറിയാം, ഇപ്പോൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടുന്ന രീതിയിൽ ജനങ്ങൾക്ക് യാതൊരു ഗുണമില്ലാത്ത ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് നമുക്കറിയാം ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുന്നത്.
അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ പഞ്ചായത്തിൽ ഞാനൊരു ഉദ്യോഗസ്ഥരായാലും കാര്യം ചോദിച്ചോട്ടെ, ഉദ്യോഗസ്ഥരില്ലാത്തതാണോ പല വികസന പ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്ക് തടസ്സമാകുന്നത് എന്നാണ് പറയുന്നത്? തീർച്ചയായിട്ടും നിർവ്വഹണം നടത്തുന്ന പദ്ധതികൾ നടപ്പിലാക്കണം. റോഡായാലും അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തിന് വിട്ടിട്ടുള്ള സ്ഥാപനങ്ങളുടെ മെയിൻ്റനൻസ് ആയാലും ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഉദ്യോഗസ്ഥരൊക്കെ അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അവരില്ലാതെ നമുക്ക് പഞ്ചായത്തിലൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അവരുടെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. കാരണം ഒരു ഓവർസിയർ വന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ സ്ഥലം മാറ്റുകയാണ്. ശ്രീ ശിവാസ്, അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ LDF ഭരണസമിതി, അതായത് UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്തിലേക്ക് മനഃപൂർവ്വം നിങ്ങൾ ഉദ്യോഗസ്ഥരെ അയക്കാതിരിക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ മനഃപൂർവ്വം തടഞ്ഞു വെച്ചുകൊണ്ട് അത് UDFൻ്റെ കഴിവുകേടായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ അത് നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഒരു കാര്യം പറയണ്ട. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ നവീകരിച്ചിട്ടില്ല, അത് പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. നമ്മൾ പഞ്ചായത്തിന് തന്നെ കൃത്യമായിട്ട് ഫണ്ട് വെച്ചിട്ട് നമ്മളതിൻ്റെ മെയിൻ്റനൻസ് തുടങ്ങാമെന്ന് വെച്ച സമയത്ത് ബോർഡ് യോഗത്തിൽ ഇവരുടെ മെമ്പർമാർ പറഞ്ഞിട്ടുണ്ട്, എന്ത് 1 ലക്ഷം രൂപ ഹാബിറ്റേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്തതിന് ശേഷം പഞ്ചായത്തിൻ്റെ മുന്നിൽ ഫണ്ട് വെച്ചാൽ മതി, മറ്റുള്ള വർക്കുകൾ ചെയ്താൽ മതി പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വികസന പ്രവർത്തനം നടത്താൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്കറിയാം ഇവർ തന്നെ പറഞ്ഞിട്ടുള്ള കുടിവെള്ളം എത്തിക്കുന്നതിന് പരാജയപ്പെട്ടുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് ജൽജീവൻ്റെ കരാറെടുത്തിട്ടുള്ള കരാറുകാരുടെ അവസ്ഥ എന്ന് ചോദിച്ചാൽ അറിയാം. നമ്മൾ നിരന്തരമായിട്ട് ആളുകൾക്ക് വെള്ളം കിട്ടുന്നതിന് ജലജീവൻ്റെ കണക്ഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റിയിൽ പോയി പറയുന്ന സമയത്ത് അവർ പറയുന്നതിന് മറുപടി എന്ന് പറയുന്നത് കരാറുകാർ സമരത്തിലാണെന്നാണ്. അവർ കൃത്യമായിട്ട് അതിന് പൈസ ഇട്ടതുകൊണ്ട് കരാറുകാർ സമരത്തിലാണ്. എല്ലാ ഫണ്ടുകളും കൃത്യമായിട്ട് കരാറുകാർക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കാത്ത കാരണം തന്നെ അവർ തന്നെ വിസമ്മതിക്കേണ്ട വർക്കുകൾ ചെയ്യാൻ അത്തരത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇവർ പറഞ്ഞ വില്ലേജ് ഓഫീസിൻ്റെ കാര്യം, വില്ലേജ് ഓഫീസ് മാത്രമേ നമ്മുടെ പഞ്ചായത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ നിൽക്കുക. നമുക്കറിയാം കഴിഞ്ഞ 2 ടൈമായിട്ട് LDFൻ്റെ ഭരണം തന്നെയാണ് MLA ഉള്ളത്. നമുക്കറിയാം അതിൻ്റെ ഒരു 5 വർഷമാണ് VT ബൽറാം ഉണ്ടായ സമയത്ത് തൃത്താല എന്തായിരുന്നു, റോഡിൻ്റെ അവസ്ഥ എന്തായാലും നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ആദ്യമായിട്ട് റബ്ബറൈസർ ചെയ്തിട്ടുള്ള റോഡ് വന്നിട്ടുള്ളത് തൃത്താലക്കാർ കണ്ടത് VT ബൽറാം MLA ആയതിനു ശേഷമാണ്. നമുക്കറിയാം നമ്മുടെ ചാലിശ്ശേരി ഹോസ്പിറ്റൽ ഏറ്റവും ആദ്യം ഡയാലിസിസ് സെൻറ്റർ ഉണ്ടായിട്ടുള്ള സൗജന്യ ഡയാലിസിസ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളത് ചാലിശ്ശേരിയിലാണ്. അത് VT ബൽറാമിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. അതിന് ഇവരെങ്ങനെ വിലയിരുത്തുന്നതെന്ന് അറിയില്ല. അതിനുശേഷം ആണ് 10 വർഷം LDFൻ്റെ ഭരണമായിരുന്നു. അതിൽ 5 വർഷം മാത്രമാണ് ബൽറാമിനുള്ളത്. ആ സമയത്ത് ഫണ്ടിൻ്റെ ലഭ്യത കുറവൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, എന്നാലും അതിലേറെ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത്രയും അദ്ദേഹം പറഞ്ഞത് വികസന പ്രവർത്തനങ്ങളുടെ ഒരു പോരായ്മ അദ്ദേഹം സൂചിപ്പിച്ചു. അത് ഇടതുപക്ഷം മനഃപൂർവ്വം വികസന പ്രവർത്തനങ്ങളെ തടഞ്ഞു വെക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. 950ഓളം വരുന്ന പഞ്ചായത്തുകൾ കേരളത്തിനകത്തുണ്ട്. ഈ 950 പഞ്ചായത്തുകൾക്കകത്തും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും കൊടുക്കുന്ന ഗ്രാൻറ്റുകൾ കൃത്യമായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. ഇത് ചാലിശ്ശേരിയിൽ മാത്രം വിനിയോഗിക്കാൻ എന്താണ് ഇത്ര പ്രയാസം എന്നുള്ളത് അറിയുന്നില്ല. ചാലിശ്ശേരി വിവിധ റോഡുകളിൽ പ്രദേശങ്ങളിലെ റോഡുകളൊന്ന് സഞ്ചരിച്ച് നോക്കണം. ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ വർഷം ചാലിശ്ശേരിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലെ പ്രതിനിധീകരിച്ചിരുന്ന ശ്രീമതി AV സന്ധ്യ അവർകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ കൂടിയായിരുന്നവർ. അവർ മുസ്ലിം ലീഗും കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമായി കോൺഗ്രസിനും മുസ്ലിം ലീഗിനും 2.5 വർഷക്കാലം പ്രസിഡന്റ് സ്ഥാനം കൊടുക്കണം എന്നുള്ളൊരു ബോണ്ട് അവരുടെ മുന്നണിക്കകത്തുണ്ടായിരുന്നത്. അവരുടെ ആഭ്യന്തര കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം എന്നുള്ള വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് രാജിവെക്കുന്ന സമയത്ത് മെമ്പർ സ്ഥാനം കൂടി രാജിവെക്കുന്നൊരവസ്ഥയുണ്ടായി. അങ്ങനെ കഴിഞ്ഞ വർഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥിതി ഉണ്ടായി ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ. ഇപ്പോൾ നിലവിൽ 11ാം വാർഡാണ്. ആ ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഏകദേശം 6 മാസത്തോളം ഒരു നാഥനില്ലാത്ത കളരിയായിരുന്നു ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത്. സ്വാഭാവികമായിട്ടും പദ്ധതികൾ തയ്യാറാക്കുക, അത് DPCക്ക് അയക്കുക, അതിൻ്റെ സാങ്കേതിക അനുമതി നേടുക, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ചെറിയ തടസ്സം ആ സമയത്ത് നേരിട്ടു. കാരണം ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് അതിൻ്റെ ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലവിൽ വന്ന സമയത്ത് കഴിഞ്ഞ വർഷക്കാലത്തെ പദ്ധതി നിർവഹണത്തിൽ കാര്യമായിട്ടുള്ള പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അത് ആരുടെ കുറ്റമാണ്? ചാലിശ്ശേരിയിലെ ഇടതുപക്ഷ പ്രവർത്തകരുടെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ ഞങ്ങളുടെ മെമ്പർമാരുടെയോ കുറ്റം കൊണ്ടാണോ? അല്ല. ഉദ്യോഗസ്ഥന്മാരുടെ കുറ്റം കൊണ്ടാണോ? അല്ല. ആരുടെ കുറ്റം കൊണ്ടാണ്? UDFനകത്തുള്ള അനൈക്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവെച്ച് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള UDFൻ്റെ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് പദ്ധതികൾ പോലും മുടങ്ങുന്ന സ്ഥിതിയുണ്ടായി. ആ ഒരു വർഷത്തിൽ എത്ര
ലക്ഷം രൂപയുടെ സ്പിൽ ഓവർ ചാലിശ്ശേരിക്കകത്തുണ്ടായി. അതിൻ്റെ മറുപടി പറയേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണോ? ഉദ്യോഗസ്ഥന്മാരല്ലല്ലോ. അതിൻ്റെ മറുപടി പറയേണ്ടത് UDF സംവിധാനമാണ്, ചാലിശ്ശേരിയിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടിയാണ്. അത് ഉദ്യോഗസ്ഥന്മാരുടെ തലയ്ക്ക് വെച്ച് കെട്ടി സ്വയം ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചാലിശ്ശേരി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ജനവിധി ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ, അതായത് കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് പോലെ വളരെ സജീവമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. ഒരുപാട് പടലപ്പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷം സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന് മെമ്പർ സ്ഥാനം വരെ രാജിവെക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതുകൊണ്ട് കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളാണ് വികസന മുരടിപ്പിന് ഒരു പ്രധാന കാരണം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ സാധിക്കില്ല. നമുക്കറിയാം, കഴിഞ്ഞ പ്രസിഡന്റ് രാജിവെച്ചത് ഏകദേശം 5 മാസമോ അല്ലെങ്കിൽ 6 മാസമൊക്കെ ആയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ആ സമയത്ത് തന്നെ ഒരു മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അതിന് ശേഷം തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് നറുക്കെടുപ്പിലൂടെ ഞാൻ അധികാരത്തിൽ ഏൽക്കുകയും അത് ആ സമയത്ത് പദ്ധതി നിർവ്വഹണം നടത്തേണ്ട അത്ര വലിയ തിരക്കുള്ള സമയമില്ല. മാർച്ച് മാസം വരെ സമയമുണ്ട്. അതിനുള്ളൊക്കെ ചെയ്യാൻ കഴിയുന്നതിനാണ്. പദ്ധതി നിർവ്വഹണത്തിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊന്നും അതിന് വലിയ പ്രയാസങ്ങളോ അല്ലെങ്കിൽ കോട്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ അത് പഞ്ചായത്തിനെ ബാധിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഉറപ്പ് തന്നെയാണ്. അതിലും മാറ്റങ്ങളൊന്നുമില്ല. പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനൊക്കെ വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു എന്നുള്ള കാരണം കൊണ്ട് ഒരു പ്രവർത്തനങ്ങളും അങ്ങനെ നിർത്തിവെക്കേണ്ട ഒരു ആവശ്യമാണ്. റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. അതായത് ചാലിശ്ശേരി പഞ്ചായത്തിലെ ഒരു റോഡ് പോലും ഗതാഗത യോഗ്യമായിട്ടുള്ള സ്ഥിതിയില്ല. അദ്ദേഹം പറഞ്ഞു, നമ്മളോട് ഒരു യാത്ര ചാലിശ്ശേരി പഞ്ചായത്തിൽ ഉടനീളം നടത്തി നോക്കാൻ വരെ അദ്ദേഹം നമ്മളോടുള്ളൊരു വെല്ലുവിളി പോലെ പറഞ്ഞു. അപ്പോൾ എങ്ങനെ അതിനെ വിലയിരുത്തണം? കാരണം കൃത്യമായിട്ട് ഇന്ന് നമുക്കറിയാം ഒരുപാട് റോഡുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ചാലിശ്ശേരി പഞ്ചായത്തിലെ റോഡുകളുടെ ഈ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതായത് പഞ്ചായത്തിൻ്റെ ഒക്കെ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുള്ള മണ്ഡലമാണ് ഞങ്ങളുടെ പഞ്ചായത്തിലെ അവസ്ഥയാണ് പ്രിയപ്പെട്ട ശിവാസ് പറഞ്ഞിട്ടുള്ളത്. തൊട്ടടുത്ത പഞ്ചായത്ത് നാഗലശ്ശേരി പഞ്ചായത്ത് LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. LDF ഭരിക്കുന്ന പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് LDF ഭരിക്കുന്നത്, ജില്ലാ പഞ്ചായത്ത് LDF ഭരിക്കുന്നത്, MLA അടക്കം മന്ത്രിയുള്ള പഞ്ചായത്താണ് നാഗലശ്ശേരി എന്ന് പറയുന്നത്. നിങ്ങൾ ചാലിശ്ശേരി പഞ്ചായത്തിൽ കൂടെ നടന്നു നോക്കൂ, ശിവാസ് പറയുന്നത് പോലെ. അതിനുശേഷം നിങ്ങൾ തൊട്ടടുത്ത് നാഗലശ്ശേരി പഞ്ചായത്തിൽ കൂടെ നടന്നു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചാലിശ്ശേരി പഞ്ചായത്തിൽ പദ്ധതി വികസനത്തിൻ്റെ കാര്യത്തിൽ പുറകോട്ട് പോയെന്ന് പറഞ്ഞു. നിങ്ങൾ നാഗലശ്ശേരി പഞ്ചായത്തിൽ പദ്ധതി വികസനം നടത്തിയത് എത്രാമത്തെ സ്ഥാനം നോക്കി നോക്കൂ. അവരുടെ പഞ്ചായത്തിലടക്കം അവർക്ക് ഉദ്യോഗസ്ഥനെ വെക്കാൻ ഇവിടുത്തെ മന്ത്രിക്ക് സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഭരിക്കുന്ന അല്ലെങ്കിൽ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ അവസ്ഥ പിന്നെ പറയാം. ഇടതുപക്ഷം UDF ഭരണമുള്ള പഞ്ചായത്തിനെ മനഃപൂർവ്വം താഴ്ത്തിക്കെട്ടാൻ വേണ്ടി വികസന പ്രവർത്തനങ്ങൾ മുരടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു, അങ്ങനെയാണോ പറയുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ പഞ്ചായത്തിൽ എല്ലാ പദ്ധതികളും, ഇപ്പോൾ നമുക്കറിയാം, ആദ്യമൊക്കെ നമ്മൾ ESC ആളുകൾക്ക് ടാങ്ക് ആയാലും അതുപോലെ തന്നെ കട്ടിലായാലും ഇതൊക്കെ നമ്മൾ ഒരു ടെൻഡർ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് നമ്മൾ ബൾക്കായിട്ട് അവരെ കൊണ്ട് എടുപ്പിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം ജമ്മു വഴി ഓർഡർ ചെയ്യാൻ പറ്റില്ല. അത് നല്ല കാര്യം തന്നെ. കാരണം ക്വാളിറ്റി ഉള്ളതും ഇല്ലെങ്കിൽ വലിയ കള്ളത്തരങ്ങൾ നടത്താൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ സാധിക്കും. ജമ്മു വഴി എടുക്കുമ്പോൾ അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താനൊക്കെ സാധിക്കും. പക്ഷേ അതിലൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരത്തിന് അത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു കട്ടിൽ SC വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് കട്ടിൽ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 10-80 കട്ടിലൊക്കെ ചിലപ്പോൾ 150ഓളം കട്ടിലുകളായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് നമ്മൾ ജമ്മിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 80 ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 70 ചിലപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള അളവിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് കിട്ടാതെ വരും. അങ്ങനെ പദ്ധതി നിർവ്വഹണം നടത്താൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ഒരു കൃത്യമായിട്ട് ചിട്ടയില്ലാത്ത നിബന്ധനകൾ കാരണം കൊണ്ട് ഒരുപാട് വർക്കുകൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ശ്രീ ശിവാസ്, ഇപ്പോൾ 3 ടേമുകളിലായിട്ട് UDF ഭരണം നിലനിർത്തുന്ന ഒരു പഞ്ചായത്ത്. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LDF തുടങ്ങി വെച്ച ഒരു വികസന പ്രവർത്തനങ്ങളിൽ നിന്നും മുന്നോട്ട് പോകാൻ UDFന് സാധിച്ചിട്ടില്ല. എന്നിട്ട് കൂടി ഈ 3 വർഷം അവിടുത്തെ ചാലിശ്ശേരിയിലെ ജനങ്ങൾ എന്തുകൊണ്ടായിരിക്കാം UDFിനൊപ്പം നിന്നത്? കാരണം ഒരുപാട് പടലപ്പിണക്കങ്ങൾ കോൺഗ്രസ്സിലുണ്ടായി എന്ന് പറഞ്ഞു. ഈ ടേമിലല്ല, കഴിഞ്ഞ ടേമിലും പഞ്ചായത്ത് പ്രസിഡന്റിനെ ചൊല്ലി ചില വാദങ്ങളും ആരോപണങ്ങളും രാജിവെക്കുന്ന സ്ഥിതിയും അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ കോലാഹലങ്ങൾ UDFിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടുകൂടി UDFിനെ ചാലിശ്ശേരി പഞ്ചായത്തിലെ ജനങ്ങൾ പിന്തുണച്ചു. എന്തു തോന്നുന്നു? ആദ്യം തന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ 1-2 കാര്യത്തിലുള്ള മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണ്, ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. 4.5 വർഷക്കാലമായിട്ട് MB രാജേഷ് അവറുകൾ തൃത്താലയുടെ MLA ആണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഒന്ന് ചാലിശ്ശേരിയുടെ വിവിധ പ്രദേശങ്ങളിലൂടെ ഒന്ന് പോയി നോക്കുന്നത് നന്നായിരിക്കും. ചാലിശ്ശേരിയുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ NHM ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നവീകരിച്ച് പുതിയ OP ബ്ലോക്ക്
യാഥാർത്ഥ്യമാക്കാൻ നേതൃത്വം കൊടുത്തു ശ്രീ എം പി രാജേഷ് അവർകൾ. 45 ലക്ഷം രൂപ അനുവദിച്ച് കേരളത്തിൽ ഹൈടെക് വില്ലേജുകളിൽ ഒന്ന് യാഥാർത്ഥ്യമാക്കി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവർകൾ. ചാലിശ്ശേരി ഹെൽത്ത് സെൻറ്റർ മുതൽ ചാലിശ്ശേരി പോസ്റ്റ് ഓഫീസ് വരെ 1,50,00,000 രൂപയ്ക്ക് 1.5 കോടി രൂപയുടെ അത്യാധുനിക നവീകരിച്ച റോഡ് യാഥാർത്ഥ്യമാക്കി ഈ 4.5 കൊല്ലക്കാലത്തിനുള്ളിൽ ശ്രീ എം പി രാജേഷ് അവർകൾ. ഒരു മിനിറ്റ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു 1.5 കോടി രൂപയുടെ തദ്ദേശ റോഡുകൾ വരെ യാഥാർത്ഥ്യമാക്കിയെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആരോപണത്തോട് ഇപ്പോൾ എങ്ങനെ പ്രതികരിക്കും? അത് ആ റോഡിൽ നിന്ന് മാത്രമൊന്നുമല്ല, ഞങ്ങളൊന്ന് നോക്കി നോക്കുക, കഴിഞ്ഞ MLA ചെയ്തിട്ടുള്ള വർക്കുകൾ, അതായത് കൂറ്റനാട് മുതൽ ചാലിശ്ശേരി വരെയുള്ള റോഡ്, അതുപോലെ തന്നെ കൂറ്റനാട് നിന്ന് തണ്ണീർക്കോട് റോഡിന് പോകുന്ന റോഡുകൾ, ഇതൊക്കെ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത്. തൊട്ടപ്പുറത്ത് MP ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇതേപോലത്തെ റോഡ് ചെയ്തിട്ടുണ്ടല്ലോ, പെരുമണ്ണൂർ ടു ചാലിശ്ശേരി വരെയുള്ള റോഡിൻ്റെ ഫണ്ട് വെച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ചാലിശ്ശേരി പട്ടാമ്പി മുതൽ ചാലിശ്ശേരി പഞ്ചായത്ത് തുടങ്ങുന്ന തണത്തച്ചിറ പാലം വരെയുള്ള സ്റ്റേറ്റ് ഹൈവേ 63 കോടി രൂപയ്ക്കാണ് അതിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ചാലിശ്ശേരിയിലേക്ക് ബഹുദൂരം വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ ചാലിശ്ശേരി GLP സ്കൂൾ 1,25,00,000 രൂപയ്ക്കുള്ള കെട്ടിടം യാഥാർത്ഥ്യമായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോവുക. ചാലിശ്ശേരി ഹൈസ്കൂളിന് സമീപം 75 ലക്ഷം രൂപയുടെ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കി തൃത്താലയുടെ പ്രിയപ്പെട്ട MLA. അതുപോലെ തന്നെ 10 ലക്ഷം രൂപയ്ക്ക് ചാലിശ്ശേരി ഹൈസ്കൂളിന് സമീപം തന്നെ ഓപ്പൺ ജിമ്മ് യാഥാർത്ഥ്യമാക്കി തൃത്താലയുടെ പ്രിയപ്പെട്ട MLA. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഗുണനിലവാരമില്ലാത്ത ലൈറ്റുകൾ ചാലിശ്ശേരിയിലെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ച് ചാലിശ്ശേരി ഇരുട്ടിലാക്കിയ ഭരണസമിതിയാണ് UDFൻ്റെ ഭരണസമിതി. എന്നാൽ ചാലിശ്ശേരി ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നൊരു MLA ആണ് തൃത്താലയുടെ MLA. ഈ 4.5 കൊല്ലക്കാലം കൊണ്ട് 15 ഹൈമാസ് ലൈറ്റുകൾ യാഥാർത്ഥ്യമാക്കി, മിനിമാസ് ലൈറ്റുകൾ യാഥാർത്ഥ്യമാക്കി. എവിടെയാണ് യാഥാർത്ഥ്യമാക്കിയത്? ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. പ്രസിഡൻറ്റിൻ്റെ വാർഡ് കരിമ്പയിൽ യാഥാർത്ഥ്യമാക്കി. പ്രസിഡന്റിൻ്റെ തൊട്ടപ്പുറത്തെ വാർഡ് തണ്ണീർക്കോട് യാഥാർത്ഥ്യമാക്കി. രാഷ്ട്രീയം നോക്കാതെ തന്നെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ വാർഡായിട്ടുള്ള മുക്കിൽ പീടികയിൽ ഹൈമാസ് ലൈറ്റ് യാഥാർത്ഥ്യമാക്കി. ചാലിശ്ശേരി ഹൈസ്കൂളിന് സമീപം മിനിമാസ് ലൈറ്റ് യാഥാർത്ഥ്യമാക്കി. ചാലിശ്ശേരി ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം ഹൈമാസ് ലൈറ്റ് യാഥാർത്ഥ്യമാക്കി. ചാലിശ്ശേരി സിവിൽ സ്റ്റേഷന് സമീപം ഹൈമാസ് ലൈറ്റ് യാഥാർത്ഥ്യമാക്കി. ചാലിശ്ശേരി മയിലാടിക്കുന്ന്, ചാലിശ്ശേരി ചൗച്ചേരി, ചാലിശ്ശേരി കൊളക്കുന്ന്, ചാലിശ്ശേരി സെൻറ്ററിലെ മീൻ മാർക്കറ്റ്, കുന്നത്തേരി, അതുപോലെ തന്നെ ന്യൂ ബസാർ, പെരുമണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 4.5 കൊല്ലക്കാലം കൊണ്ട് 15 മിനിമാസ് ലൈറ്റാണ് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ആ നിലയ്ക്ക് 15 വർഷക്കാലം UDF മുടക്കിയ വികസനം 4.5 കൊല്ലക്കാലം കൊണ്ട് ചാലിശ്ശേരിക്ക് നൽകിയ ഒരു മന്ത്രി കൂടിയാണ് ശ്രീ MP രാജേഷ് അവർകൾ. ആ നിലയ്ക്ക് തദ്ദേശ സ്വയംഭരണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും MLAയുടെയും ഒക്കെ വർക്കുകൾ കൃത്യമായിട്ട് ചാലിശ്ശേരിക്ക് നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ചാലിശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി 1.25 കോടി രൂപ സ്പിൽ ഓവറായി കിടക്കുന്നു? അതിനുത്തരം പറയേണ്ടത് പ്രസിഡന്റാണ്. നിങ്ങളിത് കറക്റ്റായിട്ട് ഇവർ പറഞ്ഞ പോലെ തന്നെ വിവരാവകാശം എടുത്ത് നോക്കുക. ഏതൊക്കെ ഫണ്ടുകൾ ഏതൊക്കെയാണ്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏതൊക്കെ നടക്കാത്തുണ്ട്, ജില്ലാ പഞ്ചായത്തിൻ്റെ ഏതൊക്കെ നടക്കാത്തുണ്ട്. നമുക്കറിയാം, കൗക്കോട് വഴി ഇവരുടെ ഒരു ജാഥ പോകണ്ടായിരുന്നു, പഞ്ചായത്തിൻ്റെ വികസനം മുതലെടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ജാഥ പോകണ്ടായിരുന്നു. ആ ജാഥ പോയിട്ട് ചെന്നെത്തി നിൽക്കുന്നത് ചളിടക്കുണ്ടിൻ്റെ ഫ്രണ്ടിലാണ്. അത് ജില്ലാ പഞ്ചായത്ത് വെച്ചിട്ടുള്ള ഫണ്ടാണ്. ഇതുവരെ നടത്തിയിട്ടില്ല. കരാറുകാർ എടുത്തിട്ടുണ്ട്, എന്നിട്ട് പോലും ചെയ്യാൻ സാധിച്ചിട്ടില്ല, ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇവരിപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 15 വർഷമായിട്ട് LDF ഭരിച്ചിരുന്ന സമയത്ത് വികസന പ്രവർത്തനം നടത്തിയത്, അതിന് ശേഷം നടന്നില്ല. അത് ആ വില്ലേജ് ഓഫീസിൻ്റെ കാര്യം മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി. ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെ റോഡുകളെയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത്ര കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നത് കാരണം കൊണ്ടാണ് ജനങ്ങൾ UDFനെ വീണ്ടും തിരഞ്ഞെടുക്കുന്നത്. ഇവർ പറയുന്നത് കള്ളങ്ങളാണെന്നുള്ള അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അല്ലാതെ പഞ്ചായത്തിൽ എന്ത് വികസന പ്രവർത്തനം നടത്താതിരുന്നിട്ടുള്ളത്, അതിന് കൃത്യമായിട്ടുള്ള അതിൽ കാരണങ്ങൾ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഉദ്യോഗസ്ഥരില്ലാണ്ടൊന്നും പഞ്ചായത്തിൽ ഒരു പ്രവർത്തനവും ചെയ്യാൻ സാധിക്കില്ല. എത്ര തവണ സ്ഥലം മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ലൈറ്റ് റിപ്പയറിൻ്റെ കാര്യം പറഞ്ഞു. ലൈറ്റ് റിപ്പയറൊക്കെ കൃത്യമായിട്ട് അത് സമയബന്ധിതമായിട്ട് ഇതൊക്കെ നമുക്കറിയാം കൃത്യമായിട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ ലൈറ്റ് റിപ്പയർ ചെയ്യാന്നുള്ളത്. ലൈറ്റ് റിപ്പയറിലാണ് ചെയ്യേണ്ടത്, അല്ലാതെ പുതിയ ലൈറ്റ് ഇടലല്ല. പഴയത് കൊടുത്തിട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് അത്തരത്തിലാണ് കണക്കാക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്കറിയാം, റോഡുകളുടെ കാര്യത്തിലൊക്കെ ഇപ്പോൾ MLAയുടെ ലൈറ്റ് വെച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലൈറ്റ് വെക്കുന്നതിന് പഞ്ചായത്തിന് കൃത്യമായിട്ട് അനുമതി കൊടുത്ത കാരണം NOC കൊടുത്ത, അതായത് ഇനി ലൈറ്റിൻ്റെ കറണ്ട് ബില്ല് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഹിച്ചുകൊണ്ട് പറഞ്ഞിട്ട് നമ്മൾ അനുമതി കൊടുത്ത കാരണമാണ്. ഇവർ മറ്റേ VT ബൽറാം MLA ആയ സമയത്ത് ഇതുപോലെ വികസന പ്രവർത്തനം നടത്താൻ നാഗലശ്ശേരി പഞ്ചായത്തിൽ നിന്ന് അനുമതി തന്നെ കൊടുത്തിരുന്നില്ല.
അല്ലെങ്കിൽ അതിന് ഏറ്റെടുത്തായിരുന്നില്ല. ഇതിൻ്റെ കറണ്ട് ബില്ല് മറ്റുള്ള കാര്യങ്ങളൊക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അടക്കേണ്ട ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ പറയുന്നത് ഇപ്പോൾ നമ്മുടെ MP ഫണ്ടിൽ നിന്ന് നമ്മൾ ഐമസ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അറക്കൽ ഭാഗത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിന് ബ്ലോക്ക് പഞ്ചായത്തിന് അനുമതി കൊടുത്തില്ല. അനുമതി കൊടുക്കാഞ്ഞതാണ് കാരണം അവിടെ MLA ഫണ്ട് വെച്ചിട്ട് അത് ഏറ്റവും ആദ്യം അവർ ചെയ്യണം. നമ്മൾ ഒരു കാരണവശാലും വികസനത്തിനെതിരല്ല. MLA ആയാലും MP ആയാലും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളായാലും നമുക്ക് നമ്മുടെ നേതാക്കന്മാരെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പഞ്ചായത്തിനകത്ത് എന്ത് വികസനം അല്ലെങ്കിൽ നാടിനകത്ത് എന്ത് വികസനം നടക്കുമ്പോഴും അതിനെതിരെ നിൽക്കരുത് എന്നുള്ളതാണ്. അത് കാരണം നമുക്ക് കൃത്യമായിട്ട് അവർ ആവശ്യപ്പെട്ട മുറയ്ക്ക് NOC കൊടുത്തത് കാരണം കൊണ്ടാണ് ഇവർ പറഞ്ഞ പോലെ ഐമസ്ലേറ്റ് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ വെക്കാൻ സാധിക്കില്ല. നമുക്കറിയാം ഞങ്ങളുടെ ഇപ്പോഴും ലീഗിൻ്റെ നേതാക്കന്മാർ വിളിക്കാറുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് NOC കിട്ടാത്തത് കാരണം കൊണ്ട് നമുക്ക് ആ ഐമസ്ലേറ്റിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അതിന് അനുമതി കിട്ടുന്നില്ല എന്ന്. അതുപോലെ തന്നെ നമുക്കറിയാം ചാലിശ്ശേരി പഞ്ചായത്തിൽ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു ബസ് സ്റ്റോപ്പ് വളരെയധികം പ്രയാസപ്പെട്ട അല്ലെങ്കിൽ അതിൽ വെള്ളം വീഴുന്ന വീട്ടിൽ വെള്ളം MLA ഇരിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണത്. അതാകെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് BJP-കാരൊക്കെ അതിൽ വലിയ സമരമായിട്ട് വന്ന സമയത്ത് പഞ്ചായത്ത് നമ്മളിപ്പോൾ അതിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. ഫണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PWD NOC കിട്ടണം. PWD NOCക്ക് നമ്മൾ അപേക്ഷ കൊടുത്തപ്പോൾ അവിടെ നിന്ന് കിട്ടിയുള്ള മറുപടി എന്ന് പറയുന്നത് MLA ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അനുമതി കിട്ടിയിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ അനുമതി കിട്ടാത്തത് കാരണമൊക്കെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ പദ്ധതി നടപ്പിലാക്കില്ല ഇത്രയും പൈസ സ്പിൽ ഓവറിലേക്ക് പോവുകയാണ്. അങ്ങനെയൊക്കെ പ്രയാസങ്ങളുണ്ടായില്ല. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ LDF ഭരിച്ചിരുന്ന സമയത്ത് 3000 രൂപയ്ക്ക് അത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലുണ്ടാകുന്ന ഒരു ചെറിയ ഒരു ഫംഗ്ഷൻ പോലും നടത്താൻ ഇതുപോലുള്ള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ വളരെ ഉപകാരപ്രദമാണ്. അത് എന്തുകൊണ്ട് നിങ്ങൾ തെറ്റായിട്ടുള്ള ആരോപണമാണ്. കാരണം നമുക്കറിയാം അവിടെ ഇപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുള്ള ആളുകളെ പോയി അന്വേഷിച്ചോളൂ. ചില പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് അതിനേക്കാൾ സൗകര്യം കൂടുതലുള്ള സ്ഥലം വേണമെന്നിട്ട് നമ്മൾ അല്ലാതെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ ശോചനീയാവസ്ഥയുണ്ട് പോയതല്ല. ചില ശോചനീയാവസ്ഥ ഒക്കെ ഉണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മളന്ന് ഫണ്ട് വെച്ചിട്ട് അന്ന് ഹാബിറ്റേറ്റിന്റെ ആ പുറം ഭാഗം പെയിന്റ് അടിക്കുന്നത് വർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള വർക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ സമ്മതിക്കുന്ന ആൾ തടയും. അത് ഈ ഒരു 3 ടേമിൽ നിങ്ങൾക്ക് നടപ്പാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു ടൈം ആകുമ്പോഴത്തെ പെട്ടെന്ന് കേടുവന്നല്ലോ. കമ്മ്യൂണിറ്റികൾ എന്ന് പറഞ്ഞാൽ 3 ടൈമായിട്ട് കെടുക്കലുണ്ടാകുന്നത്. അതിപ്പോൾ അധികം ഒന്നും ആയിട്ടില്ല. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് ഇപ്പോൾ ഇവർ പറഞ്ഞത് ഇപ്പോൾ ഇവരുടെ MLA വന്ന സമയത്താണ് ഇപ്പോൾ അവസാനമായിട്ട് കൊണ്ടുവന്നത്. വില്ലേജ് ഓഫീസ് ഇവരുടെ MLA വന്ന കാരണം കൊണ്ട് കൊണ്ടുവന്നിട്ടില്ല. അതിനൊരു കാലാവധി ഉണ്ട്. വില്ലേജ് ഓഫീസിന് എന്താണ് ഒരു കാലാവധി ഉണ്ട്. ആ കാലാവധി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നൊരു ഇത് കണ്ടപ്പോൾ വേറെ സ്ഥലം നോക്കണം. അത് നോക്കിയില്ല. അല്ലാണ്ട് ഇവരുടെ MLA വന്ന സമയം കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ MLA നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ പ്രവർത്തനമായിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ കാണാൻ പറ്റില്ല. അതായത് വീട്ടിൽ ബൽറാം ഇരിക്കണ 10 വർഷം ഇരുന്ന സമയത്ത് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. അതിന് ഒരു സമയമുണ്ടല്ലോ. ഒരു സ്ഥാപനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര വർഷം അതിന് പിന്നെ അവിടെ വർക്ക് ചെയ്യാൻ അനുമതി കിട്ടാതെ കാരണം അതിൽ അപകടാവസ്ഥയായ കാരണം കൊണ്ടാണ് അത് മാറ്റം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റികളുടെ വർക്കുകളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഈ ഭരണസമിതി വന്ന സമയത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഫണ്ടുകൾ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഹാബിറ്റേറ്റിൻ്റെ ആ ഒരു വർക്ക് ചെയ്ത പുറത്ത് പെയിൻ്റ് അടിക്കുന്നതും അടുക്കള വർക്ക് ചെയ്യുന്നതും തമ്മിൽ എന്താണ് പ്രയാസമുള്ളത്? അപ്പോൾ അത് ചെയ്തതിന് ശേഷം അതും MLA വർക്കാണ്. അപ്പോൾ അത് ചെയ്യിപ്പിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമായിട്ട് മാറിയിരിക്കണം. അതിൽ കുഴപ്പമൊന്നുമില്ല. അത് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വർക്കുകൾ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ ഇപ്പോൾ അത് അടുക്കളുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിങ്ങിൻ്റെ വർക്കിനുള്ള ഫണ്ടുകൾ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ DPC അംഗീകാരമൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. വർക്കുകളൊക്കെ ഏറ്റവും പെട്ടെന്ന് തുടങ്ങേണ്ടി ചെയ്യും. ഒരു കാരണവശാലും നമ്മളിപ്പോൾ ഏതൊരു ഭരണസമിതിയായാലും നമ്മൾ പഞ്ചായത്ത് വികസന പ്രവർത്തനം നടക്കരുന്നല്ലോ. നമ്മൾ ഏറ്റവും ആദ്യം എത്തണം, ഏറ്റവും ആദ്യം പ്രവർത്തനങ്ങൾ ചെയ്യണം, നമ്മൾ നല്ല വികസനം കാഴ്ചവെക്കണം എന്നുള്ള ഒരു ഇതിൽ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അത് നമ്മളൊന്നും ഒരിക്കലും അത്തരത്തിൽ ചെയ്തിട്ടില്ല. കമ്മ്യൂണിറ്റികൾ ഇപ്പോൾ അത്ര വലിയ ശോചനീയാവസ്ഥ ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് അവിടെ ഇല്ലാത്ത പോരായ്മകൾ ആളുകൾക്ക് പറഞ്ഞ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടതിന് ശേഷം നമ്മൾ കമ്മ്യൂണിറ്റികൾ കൊടുക്കണം. നമുക്കറിയാം 6000 രൂപയുടെ പുറത്ത് ഒരു കമ്മ്യൂണിറ്റി മറ്റേ ഒരു മണ്ഡപമൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ 30,000 രൂപയുടെ മുകളിൽ വരും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചില സാധനങ്ങൾ ചിലപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അതിനുള്ള സൗകര്യമുള്ളൂ, അതിനുള്ള ഫീസേ വാങ്ങിക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ ശ്രീ ശിവാസനോട് ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. കാരണം ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞു ഈ 3 ടേമിലും അതായത് 15 വർഷം ഒരു വികസന പ്രവർത്തനം കൊണ്ടുവരാൻ UDF-ന് സാധിച്ചിട്ടില്ല. സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ അല്ല ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ വീണ്ടും UDF-നെ തന്നെ അവിടെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. ഈ ടേമിലും കഴിഞ്ഞ ടേമിലും അവർക്ക് UDF-ന് ഭരണം നിലനിർത്താൻ സാധിച്ചു. അത് എന്തുകൊണ്ടായിരിക്കാം? ജനങ്ങൾ എങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടാവാം അവരുടെ പ്രവർത്തനങ്ങളെ? 2010 നടന്ന തിരഞ്ഞെടുപ്പിൽ UDF വലിയ ഭൂരിപക്ഷത്തിലാണ് അന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് 2015 നടന്ന തെരഞ്ഞെടുപ്പിൽ UDF 8 സീറ്റിലും LDF 7 സീറ്റിലും വിജയിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനും പ്രസിഡൻറ്റും ഉൾപ്പെടെയുള്ള ആളുകൾ അംഗങ്ങളായിട്ടുള്ള ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പിൽ അതിൽ 8 സീറ്റ് UDF-നും 7 സീറ്റ് LDF-നുമാണ്. ആ 8 സീറ്റിൽ 3 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് UDF-ന് ഒരു വാർഡ് കിട്ടിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പിന്നെ ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധം
ആ തെരഞ്ഞെടുപ്പുകൾക്കകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. UDFിൻ്റെ പല ശക്തി കേന്ദ്രങ്ങൾ, അതുപോലെ പട്ടുശ്ശേരി വാർഡ് 3-ാം വാർഡായാലും UDFിൻ്റെ മറ്റൊരു ശക്തി കേന്ദ്രമായിരുന്ന ആലിക്കര പോലെയുള്ള വാർഡുകളായാലും ഒക്കെ തന്നെ അന്ന് ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടായി. അതൊക്കെ കാണിക്കുന്നത് ഈ ഭരണസമിതിക്കെതിരായിട്ട് ജനങ്ങൾ വിധി എഴുതുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചു ചാലിശ്ശേരി പഞ്ചായത്ത് വികസനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചു. UDFിലെ തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 മണ്ഡലം കമ്മിറ്റികളാണ് UDFിനുള്ളത് എന്നാണ് കോൺഗ്രസിനുള്ളത് എന്ന് സംശയം. ഒന്ന് കപ്പൂരും ഒന്ന് തൃത്താലയും. അവരുടെ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് UDF ഭരിക്കുന്ന പഞ്ചായത്തിലൊക്കെ വികസന മുന്നേറ്റ ജാഥ നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇവിടെയും ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ ജാഥയ്ക്കകത്ത് പഞ്ചായത്തിലെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റുമാണ് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമായിട്ട് വരേണ്ടത്. ചാലിശ്ശേരി പഞ്ചായത്തിൽ വികസന മുന്നേറ്റ ജാഥ നടത്തി. ആരായിരുന്നു ക്യാപ്റ്റൻ, ആരായിരുന്നു വൈസ് ക്യാപ്റ്റൻ? ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അതിന് മറുപടി പറയണം. പ്രസിഡന്റ്. അവർ പറഞ്ഞിട്ടുള്ളത് കാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. വികസന ജാഥ ക്യാപ്റ്റൻ ചാലിശ്ശേരി പഞ്ചായത്തിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആയിട്ടില്ല എന്നുള്ളത്. അതും പഞ്ചായത്ത് ഭരണം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പഞ്ചായത്ത് ഭരണത്തിന് എന്തെങ്കിലും ഇതിൽ ബാധിക്കുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും അത് UDFിൻ്റെ ആളുകൾ തന്നെ പറയുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് കാര്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും പറയാനില്ല. കോടിക്കണക്കിന് രൂപയുടെ സ്പിൽ ഓവർ ഉണ്ട്. റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുകയാണ്. കുടിവെള്ളക്ഷാമമുണ്ട്. ലൈറ്റുകൾ കത്തുന്നില്ല. ആ നിലയ്ക്ക് ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലാണ്. പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. പട്ടികജാതി വിഭാഗത്തിലെ ഫണ്ടുകൾ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. ആ നിലയ്ക്ക് ഭരണസമിതിക്കെതിരായിട്ടുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ ജാഥയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ തരത്തിൽ പുറകോട്ടടി ഉണ്ടാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ പ്രസിഡന്റിനെയും അതുപോലെ തന്നെ ഭരണസമിതി ആളുകളെയും ജാഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ക്യാപ്റ്റനും മാറ്റി നിർത്തി എന്നുള്ള ഒരു സമീപനം. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കേണ്ടത്, ശിവാസ് മെമ്പർ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ആദ്യം ടൈമിൽ പഞ്ചായത്തിന് ഭരണം കിട്ടുന്ന സമയത്ത് വലിയൊരു ഭൂരിപക്ഷത്തോട് കൂടിച്ച് ഭരണം നിലനിർത്തി. രണ്ടാമത്തെ ടൈമിൽ 8-7, അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ മെമ്പർമാരും പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് 8-7. ആ സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ 2 വാർഡുകൾ, അതുപോലെ ആലിക്കര അതുപോലെ തന്നെ പട്ടിശ്ശേരി വലിയ ഭൂരിപക്ഷം ഉണ്ടായില്ല, വലിയ പ്രയാസങ്ങളുള്ളൊരു വാർഡാണ്, കോൺഗ്രസിന് വീട്ടിൽ തിരിച്ചടിയെന്ന് പറഞ്ഞു. അതേ കണക്കിന് ഞാൻ ചോദിക്കട്ടെ, മയിലാടിക്കുന്ന് വാർഡ് CPMൻ്റെ കോട്ട തന്നെ ആയിരുന്നില്ല, അവിടെ ഹുസൈൻ മെമ്പർ എങ്ങനെയാണ് ജയിച്ചത്? അതുപോലെ തെക്കേക്കര വാർഡ് എന്ന് പറയുന്നത് 8-7 ആയത് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ അവർ പരാജയപ്പെട്ടാണല്ലോ തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. തെക്കേക്കര വാർഡ് CPMൻ്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്നില്ലേ അവിടെ? അല്ല, തെക്കേക്കര വാർഡ് അവിടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ഞങ്ങളുടെ ചാലിശ്ശേരി പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മെമ്പർ കൂടിയായിട്ടുള്ള നിഷ മെമ്പർ എങ്ങനെയാണ് അവിടെ ജയിച്ചത്? ഇവരുടെ മയിലാടിക്കുന്ന് വാർഡ് ഞാൻ മെമ്പറാട്ടോ. അതെ, അതെന്നെ പറഞ്ഞ 2 വാർഡുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവർ 2 വാർഡുകൾ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് അതിലും വലിയ രസമായിരിക്കും. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ UDFിൻ്റെ ഭരണത്തെ ഏറ്റവും നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്ന രീതിയിൽ, അതായത് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ മറുപടി ആയിരിക്കും ഇത്തവണത്തെ ഭരണം എന്ന് പറയുന്നത്. പിന്നെ ഇവർ പറയുന്നത് ചാലിശ്ശേരി പഞ്ചായത്തിൽ വികസന ജാഥയിൽ കാര്യമായിട്ടുള്ള വികസന മുന്നേറ്റങ്ങളൊന്നും ചാലിശ്ശേരിയിൽ ഉണ്ടായിട്ടില്ല. അത് കാരണം കൊണ്ടാണ് ചാലിശ്ശേരി പഞ്ചായത്തിലെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും വികസന ജാഥ ക്യാപ്റ്റന്മാരെന്ന് ഒഴിവാക്കുന്നു. അത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാളും പിന്നിൽ പോയിട്ടുള്ള പഞ്ചായത്തിൽ UDF ഭരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്. ചാലിശ്ശേരി പഞ്ചായത്ത് ഏറ്റവും ഈ തൃത്താല നിയോജക മണ്ഡലത്തിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പുറകോട്ട് പോയിട്ടുള്ള പഞ്ചായത്താണ് നാഗലശ്ശേരി പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പുറകോട്ട് പോയത് കാരണം കൊണ്ടൊന്നല്ല പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിൻ്റെയും ജാഥ ക്യാപ്റ്റനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ട് പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. UDFിന് കേരളത്തിലെ 950 പഞ്ചായത്തുകളിൽ ഒരു നിയമവും ചാലിശ്ശേരി പഞ്ചായത്തിൽ മറ്റൊരു നിയമമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാലും അത് അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട അവരുടെ ആഭ്യന്തര കാര്യമാണ്. അതിലേക്ക് കൂടുതലായിട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനകത്ത് ശക്തമായിട്ടുള്ള ജനവിധി ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും MLAയുടെയും ഒക്കെ വലിയ വികസന പ്രവർത്തനങ്ങൾ ഈ 5 വർഷക്കാലത്തിനുള്ളിൽ ചാലിശ്ശേരി പഞ്ചായത്തിൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അതിൽ ജനങ്ങൾ അതിനെക്കുറിച്ചിട്ട് വലിയ ബോധവാന്മാർ കൂടിയാണ്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും സംസ്ഥാന സർക്കാരും ഒക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അത് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള
ഒരു സഹകരണം ഇല്ലാത്ത പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ചുകൊണ്ട് ചാലിശ്ശേരി പഞ്ചായത്ത് വളരെ കുറച്ച് വീടുകൾ മാത്രമേ കൊടുക്കുള്ളൂ. കാരണം ലൈഫിന് ക്രെഡിറ്റ് കിട്ടുക സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനാണല്ലോ. 253 പേരുടെ ലിസ്റ്റാണ് പൊതുവിഭാഗം ലൈഫിലുള്ളത്. അതിൽ ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ വേണ്ടി പോവുക. 153ഓളം പേര് പുറത്ത് നിൽക്കുക. 2018 എടുത്ത ലിസ്റ്റാണ്, പക്ഷേ അതിൽ 153ഓളം പേര് പുറത്ത് നിൽക്കുക. ലൈഫ് പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ, ലൈഫ് പദ്ധതിക്ക് കൂടുതൽ ഭവനം കൊടുക്കുന്നതിനുള്ള ഒരു ഇടപെടലും ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു ഖേദകരമായിട്ടുള്ളൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെ ഈ വരുന്ന ഡിസംബർ മാസം 11-ാം തീയതി ചാലിശ്ശേരിയിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചാലിശ്ശേരിക്കകത്ത് സംസ്ഥാന സർക്കാരിൻ്റെയും ത്രിതല പഞ്ചായത്തിലെ ബ്ലോക്കിൻ്റെയും ജില്ലയുടെയും ഒക്കെ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആ നിലക്ക് ഗ്രാമപഞ്ചായത്ത് കൂടി മികച്ച രീതിയിൽ വരേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നാൽ മാത്രമാണ് ഇടതുപക്ഷം 2010 അധികാരത്തിൽ നിന്ന് ഒഴിയുമ്പോൾ ഉണ്ടായിട്ടുള്ള അന്ന് തുടങ്ങി വച്ചിരുന്ന പല സ്വപ്ന പദ്ധതികളുമുണ്ട്. അതൊന്നും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അതൊക്കെ പൂർത്തീകരിക്കുവാനും ചാലിശ്ശേരിയിൽ നല്ല വികസന മുന്നേറ്റം ഉണ്ടാക്കുവാനും തുടർന്നുള്ള വർഷങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമവും ഇടപെടലും ഉണ്ടായിരിക്കും. ആ നിലയ്ക്കുള്ള വിധേയത്തായിരിക്കും ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണത്തിന് കൂടി മറുപടി പറയേണ്ടതുണ്ട്. ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. കാരണം ഏറ്റവും സാധാരണക്കാർക്കായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അടിത്തട്ടിൽ ഒരു വീടില്ലാതെ കിടക്കുന്നവർക്ക് കയറി കിടക്കാൻ ഒരു കൂര എന്നുള്ള നിലയിലാണ് ആ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും 150-ലധികം പേർ അതിന് പുറത്ത് 200-ലധികം പേർ ആ ഒരു പദ്ധതിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു എന്നുകൂടി അദ്ദേഹം ആരോപിച്ചു. ശരിയാണോ? നമുക്കറിയാം, ഞാൻ ഏറ്റവും ആദ്യം ഒരു കാര്യം പറയുകയാണ്. ശിവാസ് മെമ്പർ എന്ന് പറയുന്നത് ചില ബോർഡ് മീറ്റിങ്ങുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ചകൾ ഉണ്ടാകുന്ന സമയത്ത് ശിവാസ് മെമ്പർ എന്താണ് നിങ്ങൾ മെമ്പർമാരൊക്കെ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുന്നത്, ശരിയായിട്ടൊരു കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയണമല്ലേ, അത് കുറ്റപ്പെടുത്തുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുമ്പോഴും ശിവാസ് മെമ്പറിൻ്റെ അടുത്ത് പറയുക, അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ, അത് അവരല്ലേ എന്ന് പറഞ്ഞിട്ട് അത്രയും സ്നേഹമായിട്ട് എന്നോട് പെരുമാറുന്ന ഒരു മെമ്പറാണ് കേട്ടോ. അപ്പോൾ മെമ്പറുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആരോപണം തീർത്തും തെറ്റാണ്. എങ്ങനെയാണ് ഇത്തരത്തിൽ തെറ്റായിട്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നത്? ഇപ്പോൾ കുറച്ച് ദിവസം മുൻപ് നമുക്കറിയാം, ചാലിശ്ശേരി പഞ്ചായത്തിലെ SC വിഭാഗത്തിൽപ്പെടുന്ന ഭൂഭവനരഹിതരുടെ ലിസ്റ്റിലുള്ള ആളുകൾക്ക് സ്ഥലമുണ്ടെങ്കിൽ അവരുടെ മുഴുവൻ പരിഗണിക്കാനും, അതുപോലെ തന്നെ SC വിഭാഗത്തിൽപ്പെടുന്ന ഭവനരഹിതരുടെ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും പരിഗണിച്ചപ്പോൾ എൻ്റെ എഗ്രിമെൻറ്റ് വെച്ചുകൊണ്ടിരിക്കുക. ചില ആളുകൾക്ക് ഫണ്ടടക്കം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പൊതുവിഭാഗത്തിൽപ്പെടുന്ന 100 ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, ലൈഫിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് 1,20,000 രൂപ, 1 ലക്ഷം അല്ലെങ്കിൽ 1,20,000 രൂപ മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കിട്ടുന്നത്. അത് ബ്ലോക്ക് പഞ്ചായത്തിന്, ജില്ലാ പഞ്ചായത്തിന്, ഗ്രാമപഞ്ചായത്തിൻ്റെ വിഹിതമാണ് കിട്ടുന്നത്. നമ്മളെല്ലാ പ്രാവശ്യവും നമ്മൾ പഞ്ചായത്തിൽ ഫണ്ട് മാറ്റി വയ്ക്കാറുണ്ടല്ലോ, ജില്ലാ പഞ്ചായത്തിൻ്റെയും മറ്റുള്ള വിഹിതങ്ങൾ കിട്ടണ്ടേ. പിന്നെ നമുക്കറിയാം, നമ്മുടെ ചാലിശ്ശേരി പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏറ്റവും, അതായത് വരുമാനം കുറവുള്ളൊരു പഞ്ചായത്തുകളിൽ ഒന്നാണ് ചാലിശ്ശേരി പഞ്ചായത്ത് എന്ന് പറയുന്നത്. നമുക്ക് പഞ്ചായത്തിന് കൃത്യമായിട്ടുള്ള ഫണ്ടുണ്ട്. ഇപ്പോൾ പല പഞ്ചായത്തുകളും ലൈഫിൻ്റെ വീടുകൾ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ലോണുകൾ എടുത്തിട്ടാണ്. നമ്മളെ പഞ്ചായത്തും ആദ്യം തന്നെ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പഞ്ചായത്തിന് വരുമാനം ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ തിരിച്ചടക്കുന്നതും കൂടിയും ഈ ലോൺ തരുന്ന ആളുകൾ നോക്കും. അപ്പോൾ അത് കിട്ടാത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് പഞ്ചായത്തിന് ലോൺ ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ അടുത്താണ് ലോണിൻ്റെ കാര്യം ക്ലിയർ ആയിട്ടുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശിവാസ് മെമ്പർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ലൈഫിൻ്റെ വീട് കൊടുക്കാത്തത് സർക്കാരിന് ക്രെഡിറ്റ് കിട്ടില്ല, അത് കാരണം കൊണ്ട് കൊടുക്കുന്നത്. നമ്മൾ ഒരിക്കലും സർക്കാരിൻ്റെ ക്രെഡിറ്റ് അല്ല, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് വീടിനെ അപേക്ഷിച്ചിട്ടുള്ളത്. അത്രയും ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് MLA കൊടുത്താലും MP കൊടുത്താലും ചാലിശ്ശേരി പഞ്ചായത്ത് സഹകരിച്ച കാരണം കൊണ്ടാണല്ലോ കൊടുക്കുന്നത്. അത് പഞ്ചായത്തിനുണ്ട് അതിൻ്റെ ക്രെഡിറ്റ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ഇന്നിപ്പോൾ പണ്ടൊക്കെ നമുക്ക് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ പറ്റും. ഇന്ന് എല്ലാ ആളുകൾക്കും അറിയാം ഏതൊക്കെ ഫണ്ടുകൾ എത്രയൊക്കെ ഗവൺമെൻറ് വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഈ ലൈഫിന് എത്ര ഗവൺമെൻറ് ഫണ്ട് വെച്ചിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തിന് എത്ര ഫണ്ടുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിന് എത്ര ഫണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ എങ്ങനെ ലൈഫ് എങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാത്രമാവണത്? അതെല്ലാ വിഭാഗത്തിൽ നിന്നും ഫണ്ട് ലഭ്യമായിട്ടല്ലേ. അപ്പോൾ അത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈ ഇലക്ഷനൊക്കെ കഴിയട്ടെ, കൃത്യമായിട്ടുള്ള വിധിയെടുത്ത് ഇവർ പറഞ്ഞതുപോലെ ഉണ്ടാവും. അതിന് ഏറ്റവും വലിയ തിരിച്ചടി തന്നെ ആയിരിക്കും 11-ാം വാർഡിൽ ശിവാസ് മെമ്പർ നേരിടുക എന്നുള്ളത് കൂടിയും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചോടിഞ്ച് മത്സരം നടന്നിട്ടുള്ള ഒരു പഞ്ചായത്താണ് ചാലിശ്ശേരി. ഇപ്പോൾ നിലവിലായാലും 8 സീറ്റ് UDF-നാണെങ്കിൽ 7 സീറ്റ് LDF-നുണ്ട്. അപ്പോൾ ഇനി വരുന്നൊരു തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ജനങ്ങൾ അതിനെ എങ്ങനെ വിലയിരുത്തും, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ?
തീർച്ചയായിട്ടും ഇപ്പോൾ ഇവർ പറഞ്ഞില്ല ലൈഫിൻ്റെ വീട്ടിൽ തന്നെ നമുക്കറിയാം ചില വീടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓടൊക്കെ തലക്ക് വീഴാറായിട്ട് അത്രയും ശോചനീയ അവസ്ഥയിലുള്ള വീടുകളുണ്ട് ലൈഫിനെ അപേക്ഷിച്ച് കിട്ടാത്തത്. പക്ഷേ കുറച്ചൊക്കെ കാലം കൂടിയൊക്കെ നിൽക്കാൻ കഴിയുമായിരുന്ന വീടുകളടക്കം പൊളിച്ചിട്ട് ലൈഫിൻ്റെ വീട് കിട്ടിയിരിക്കുകയാണ്. അത് ഒന്നും പഞ്ചായത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഇതിലുള്ള മാനദണ്ഡങ്ങളുടെ ഒരു പ്രയാസം കാരണമുണ്ട്. കാരണം ക്യാൻസർ രോഗികളുള്ള ആളുകൾ, വിധവകളുള്ള ആളുകൾ, സ്ത്രീകൾ, കുടുംബനാഥയായിട്ടുള്ള ഒറ്റയ്ക്ക്, അങ്ങനെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാതുമുള്ള വീടുകളാണ് ചിലപ്പോൾ പൊളിക്കേണ്ടതായിട്ട് വരിക. കാരണം ഒരു മൈൻറ്റനൻസും ഇല്ലാത്ത വീടുകളടക്കം ഈ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിച്ച് മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ട്. അതുപോലെ തന്നെ വളരെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ലൈഫിൻ്റെ വീട് കിട്ടിയിട്ടില്ല എന്നുള്ള കാരണമുണ്ട്. ഈ ലൈഫിൻ്റെ വീട് കിട്ടാത്ത ആളുകൾ കൃത്യമായിട്ട് അത് ഈ ഇലക്ഷനിൽ പ്രകടിപ്പിക്കും. അവർക്ക് ആ വീട് കിട്ടാത്തതിൻ്റെ കാരണം ഗവൺമെൻറ്റാന്നുള്ള അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് അത്തരത്തിൽ വിജയെഴുത്തുണ്ടാവും എന്നുള്ളതിന് മനസ്സിലാക്കുള്ളൂ. കാരണം നമുക്കറിയാം ലൈഫിൻ്റെ വീടൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് അപേക്ഷ കൊടുത്തിട്ടുള്ളതാണ്. അത് കൃത്യമായിട്ട് അവർക്ക് കിട്ടാതെ, അതായത് അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടാതെ അർഹതപ്പെടാത്ത ആളുകൾക്ക് കിട്ടുന്നു എന്നുള്ളൊരു പരാതി ജനങ്ങളുടെ ഇടയിൽ കൃത്യമായിട്ടുണ്ട്. അത് എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഇത് ഇത്തരത്തിലാണ് മാർക്ക് ഇടുന്നത്. ഈ മാർക്ക് ഇടുന്നതിൽ പഞ്ചായത്തിന് യാതൊരു ബന്ധവുമില്ല. ഇതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെ ജില്ലാ കമ്മിറ്റി, ഒരു കോർഡിനേഷൻ കമ്മിറ്റി, ആ കമ്മിറ്റിയാണ് ഇതിൽ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് വരെ. അതൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതൊക്കെ കണക്കിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും ഒരു വിധി എഴുത്തുണ്ടാവുക. എന്തായാലും 10 സീറ്റിൽ കുറയാതെ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ UDF ഭരണം തുടരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇരു മുന്നണികളും മികച്ച പ്രതീക്ഷയോടെയാണ്. വികസന നേട്ടങ്ങളും വികസന കോട്ടങ്ങളും ചർച്ചയാകുമ്പോൾ ഒടുവിലത്തെ വിധി ജനങ്ങൾ എഴുതും. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ വിജേഷ് കുട്ടൻ, ശ്രീ ശിവാസ്, രണ്ടുപേർക്കും നന്ദി അറിയിക്കുന്നു. എന്തായാലും ചാലിശ്ശേരി പഞ്ചായത്തിൽ തുടർഭരണം നിലനിർത്താൻ UDF ആത്മവിശ്വാസത്തോടെ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ പോയ ഭരണം തിരിച്ചുപിടിക്കാൻ അതിലേറെ കച്ചകെട്ടി LDFും രംഗത്തുണ്ട്. കാണാം ആർക്ക് വിധി എഴുതുമെന്ന്. നന്ദി, നമസ്കാരം.